ഞൊട്ടാഞ്ഞൊടിയൻ, ഞൊട്ടങ്ങ, ഞൊട്ടാമ്പിളിങ്ങ, മുട്ടാമ്പിളിങ്ങ എന്നിങ്ങനെയൊക്കെ പേരുള്ള ഈ പഴം എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് പറിച്ചെടുത്ത് കഴിച്ചോളൂ. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തോളൂ കേട്ടോ. കാരണം അത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇതിന്. ഇത് പക്ഷേ ഗോൾഡൻ ബെറി അല്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ കാണുന്ന ലിറ്റിൽ ഗൂസ്ബെറി, കേപ്പ് ഗൂസ്ബെറി എന്നൊക്കെ പറയുന്ന ഞൊട്ടാഞ്ഞൊടിയനാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ചൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതെല്ലാവരും കാണുക. പിന്നെ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തണമെങ്കിൽ ഇതിന്റെ വിത്തുകളാണ് കേട്ടോ പാകി മുളപ്പിച്ച് തൈകളാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതാ ഈ ഒരു പഴം കാണുകയാണെങ്കിൽ തന്നെ ഒരു പഴമെങ്കിലും പറിച്ചു കൊണ്ടുവന്നിട്ട് അതിന്റെ വിത്ത് നമ്മുടെ വീട്ടിൽ പാകി മുളപ്പിച്ച് തൈ വളർത്തിയെടുക്കുക കേട്ടോ. ധാരാളം പഴങ്ങളുണ്ടാവും. ഒരു പ്രാവശ്യം നമ്മുടെ പറമ്പിൽ വന്ന് പെട്ടാൽ തന്നെ ഇത് ഒരിക്കലും നമ്മുടെ പറമ്പിൽ നിന്ന് വിട്ടുപോവുകയില്ല കേട്ടോ. പണ്ട് കാലങ്ങളിലെല്ലാം നമ്മുടെ പറമ്പുകളിലെല്ലാം ധാരാളമായി കാണാറുണ്ട്. ഇപ്പോൾ ഇത് കാണാറേ ഇല്ല. ഇപ്പൊ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പറിച്ചുകൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ചത് ആ ചെടിയാക്കി വെച്ചിരിക്കുന്നതാണ്.